മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ആശ്വാസകരമായ ചിത്രം തന്നെയാണ് പവിയുടെ കെയർടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. കാരണം പവിത്രയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ വലിയൊരു റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ കണ്ടു നോക്കുക. ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. വിനീത് കുമാറാണ് പവി കെയർടേക്കറിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ദിലീപാണ് നിർമ്മാണം. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ദിലീപ്, ജോണി ആന്റണി, സാദി, ഇപ്പോൾ തന്നെ ജ്യോതി തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. നാല് പുതുമുഖ നായകന്മാരുണ്ട്. പിന്നെ റമജൻ ബോൾക്കാട്ടിയും മറ്റൊരു പ്രധാനമായ കഥാപാത്രം ചെയ്യുന്നുണ്ട്. പവി കെയർടേക്കറെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫ്ലാറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം വിജയിച്ചു ഇല്ലേ എന്നൊക്കെ നമ്മുടെ ചാനൽ വിജയം തന്നെ പണ്ടിട്ട് കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തായാലും ഈ അവധിക്കാലത്ത് ജനപ്രിയ നായകൻ്റെ ഒരു തിരിച്ചറിവ് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രം അപേക്ഷിച്ച് ബാന്ദ്രയാണെങ്കിലും തങ്കമണിയൊക്കെ ആണെങ്കിലും അതിനേക്കാൾ ഒരു 10 ഇരട്ടി എന്തായാലും പ്രേക്ഷകർക്ക് ആശ്വാസം നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. കാരണം അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിപ്പീറ്റ് വാല്യൂ ഇല്ലെങ്കിൽ പോലും ഒരു തവണ കാണാവുന്ന രീതിയിലുള്ള കോമഡികളും ചിത്രം തന്നെയാണ് പവി കെയർടേക്കർ. അതുപോലെ തന്നെ ആശ്വാസമായി തോന്നുന്ന പശ്ചാത്തലമായി വരുന്ന സംഗീതവും അതുപോലെ തന്നെ പാട്ടുകളുമാണ്. കാരണം പശ്ചാത്തലമായി വരുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടുകളും ഓക്കെ ലെവൽ തന്നെയായിരുന്നു. കോമഡി സാധനങ്ങളും ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയാൻ സാധിക്കും. കാരണം പഴയ ദിലീപിനെ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ലെങ്കിൽ പോലും ഈ പുതിയ തലമുറയോടൊപ്പം നിൽക്കുന്ന ജനപ്രിയ നായകൻ നമുക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ കോമഡി ഏകദേശം ഒരു 70% വിജയിച്ചു, ബാക്കി ചീറ്റിപ്പോയി. അതുപോലെ ബാക്കിയുള്ള പ്രകടനം അത് ഗംഭീരം തന്നെയായിരുന്നു. ഇതിൻ്റെ സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ ഫ്രഷ് സ്റ്റോറി എന്ന് ഞാൻ പറയുന്നത് നമ്മൾ കണ്ടു പറഞ്ഞ സ്റ്റോറി ആണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ലവ് ട്രാക്ക് കോമഡി കുറേ ആയി നമ്മൾ കണ്ടു പറഞ്ഞിട്ട്. എന്തായാലും പ്രേമിന് ശേഷം ഒരു പക്ഷേ പ്രേമിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ജനപ്രിയ നായകൻ്റെ ഒരു ജനപ്രിയ നീതി നേടാൻ ചാൻസ് ഉള്ള ചിത്രം തന്നെയാണ് നമ്മുടെ പവി കെയർടേക്കർ. അപ്പോൾ എന്തായാലും ചിത്രം എല്ലാവരും കണ്ടു നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ഡീറ്റെയിൽ റിവ്യൂ കാണാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.